അടുപ്പിൽ വെച്ച ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നവരെ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, പച്ചമണമൊക്കെ മാറി നല്ല വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കേ. ഉപ്പും മുളകും മഞ്ഞളൊക്കെ ലേശം പുരട്ടി വെച്ച ചെമ്മിയാട്ടോ ഇത്. ചെമ്മി ഇട്ടിട്ട് ഒന്നും കൂടി ആ പൊടികളൊക്കെ ഇതിലേക്ക് പിടിക്കട്ടെ. അതുവരെ നമുക്ക് വഴറ്റണം. ചെമ്മിയും ഈ ചേരുവകളെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റണം കേട്ടോ. അങ്ങനെ വഴറ്റി കഴിഞ്ഞ് അതും കൂടി പിടിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം അതിലേക്ക് വരാണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചെമ്മി വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട് ചെമ്മി. അങ്ങനെ നല്ല വരട്ടിയെടുക്കണം. അവസാനം നമുക്ക് കുരുമുളകും കൂടി ചേർത്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് എല്ലാത്തിലേക്കും പറ്റിയ കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ, താങ്ക് യു.